ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം പിടാരോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു 3 ബെഡ്റൂമുള്ള ഒരു വീട് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 10 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എത്താൻ പറ്റും. ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്, വേറെയും വീടുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് 400 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണിയിപ്പിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ടാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് ലൊക്കേഷൻ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ബെഡ്റൂം, നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് പ്രവേശിച്ച് കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏജിൽ കിട്ടുന്നുണ്ട്. തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ഏരിയയിൽ തന്നെ നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ നമുക്ക് ഈ വീടിന് പൈപ്പ് കണക്ഷനും കിണറും ഉണ്ട്. നമുക്ക് കിണർ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏജ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇതാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ വാൾ ടൈൽ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് ഉണ്ടോ, നമുക്ക് 6x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന ഡോറ് കണ്ടോ, പ്ലാവിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടുത്തെ ടൈലെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ടൈലിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാണ് ഇവിടുത്തെ പിന്നെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ കിച്ചണിൻ്റെ ഈ ഭാഗത്ത് ഒരു കിച്ചൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ഭാഗത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ ആയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ 18x16 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് ഉണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗ്, അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് ഇപ്പുറത്തായിട്ട് കണ്ട ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലേക്ക് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ബോർഡ് വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ TV ക്ക് നമുക്ക് വയ്ക്കാവുന്ന സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. നമ്മൾ കയറി വന്ന ഡോർ അവിടെ നിന്നാണ് TV യൂണിറ്റ് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പുറത്ത് ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് നമുക്ക് വാഷിംഗ് ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. കണ്ടോ, സിങ്ക് വരുന്നുണ്ട്. താഴെ ആ ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേറിൻ്റെ താഴെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഭാഗത്താണ് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചന് 12x10 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ടൈല് നമുക്ക് അതവിടെ നോക്കി മനസ്സിലായി, ഇവിടെ ഗ്ലോസ് ടൈപ്പാണ്. ഇപ്പുറത്ത് വന്നിരുമ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇവിടെ എല്ലാം തന്നെ നമുക്ക് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഇതാണ് നമുക്ക് ഇവിടുത്തെ മെറ്റീരിയൽ വരുന്നത്. ഫുള്ള് തന്നെ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിങ്ക് വരുന്നത്. പിന്നെ ഈ വീടിൻ്റെ നമുക്ക് കിച്ചൻ്റെ അവിടെ നിന്ന് പുറത്ത് വയ്ക്കാറുണ്ട്. ഇവിടെയും കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കിച്ചൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, തറയിൽ നമുക്ക് സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഒരു 2 ഡോറും ഇപ്പുറത്തൊരു വലിയൊരു മിററൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ടൈലാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ പിന്നെ അവിടെ ആയിട്ട് ഒരു മിറർ, സിങ്ക് വരുന്നുണ്ട്. എനിക്ക് എല്ലാ സംഭവവും നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് ഇനി മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കാണുന്നത് സ്റ്റീലിലുള്ള ഹാൻഡിൽസ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്കിവിടെ ടൈലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ടൈലിംഗ് ആണ് വരുന്നത്. മുകളിൽ നമുക്ക് പർഗോള സംഭവം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും സ്പേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20x12 ഡയമെൻഷനാണ് നമുക്ക് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ വയ്ക്കാനുള്ള സ്പേസ്. ഈ പോർഷനിലാണ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ഔട്ട് കണക്ഷൻ എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമുക്ക് വാഷിംഗ് ഏരിയ വയ്ക്കാനുള്ള കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. കണ്ടോ,
അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഓരോ ബെഡ്റൂമും കൂടെ കയറി കാണാം. നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് 12x12 ഡയമെൻഷനിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ ആയിട്ട് ഒരു വിൻഡോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം പറഞ്ഞാൽ PVC ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് നോക്കുമ്പോഴത്തേക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു പ്രീമിയം ലുക്കിലുള്ള ടൈലിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്താണ് നമുക്കിവിടെ രണ്ടാമതൊരു ബെഡ്റൂം വരുന്നത്. കണ്ടോ, അത് സെയിം 12x12 ഡയമെൻഷൻ തന്നെ. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ഫാൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഭാഗത്ത് നോക്കാൻ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് കണ്ടോ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി ഏരിയയാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണി ഏരിയ വരുന്നത്. ഉണ്ടോ, ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം നമുക്കിവിടെ ബാൽക്കണി ഉണ്ടോ, നല്ല സ്പേസ് ആയിട്ട് ഉണ്ട്. ഇവിടെ സൈഡിലായിട്ട് നമുക്കിവിടെ വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ട് ഫ്രണ്ടിലെല്ലാം വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ബാൽക്കണി എല്ലാ സ്പേസും വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 59 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഹോം ലോൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കടന്നു വരാം. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് വരിക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരുന്നത്. എല്ലാവർക്കും ബൈ.